ഹായ് ഫ്രണ്ട്സ്, ഇന്നിതാ സാധാ സിബ് എങ്ങനെയാണ് ഒരു ഡ്രസ്സിൽ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾ തയ്ച്ച ഡ്രസ്സാണെന്ന് വിചാരിച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞൊരു ഫ്രോക്ക് ചെയ്തിട്ടില്ല, അതിന് സിബ് വെക്കുന്നത് ഞാൻ വീഡിയോ ഇടാമെന്നാണ് പറഞ്ഞിരുന്നത്. നോക്കുന്നത് ഞാനത് കറക്റ്റ് എനിക്ക് വീഡിയോ എടുക്കേണ്ടതാണെന്ന് ഓർമ്മയില്ല, പക്ഷേ വീഡിയോ എടുത്തിനു. എന്നാലും ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് ഫസ്റ്റിൽ ചെയ്തതാണ്. അപ്പോൾ അത് ഇനി അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ആ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് അത്ര കാര്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ സിബ് എടുത്ത് അതേപോലെ ഒരു തുണി എടുത്ത് അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വേണ്ട തുണിയില്ലേ, അതിപ്പോൾ 2.5 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി കൂട്ടുക. ഇപ്പോൾ 10 നമുക്കിപ്പോൾ ഓപ്പൺ വേണ്ടതെങ്കിൽ 10ൻ്റെ കൂടെ 1.5 കൂടിയും കൂട്ടി 11.5 ഇഞ്ച് നീളത്തിലുമുള്ള ഒരു തുണിയാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് അരയിഞ്ച് ഈ സൈഡും അങ്ങനെ 3 സൈഡ് അര ഇഞ്ച് വീതം ഞാൻ മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അര പോയിക്കാൻ 1.5 അല്ലേ വരൂ. അതിൻ്റെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 ആണെങ്കിൽ 11.5, നീളം 1.5 അല്ല നമ്മൾ കൂട്ടിയിട്ടേ. 2.5 ഇഞ്ചുള്ള വീതിയുള്ള തുണിയിൽ നമ്മൾ അര ഇപ്പുറവും പോയി അര അപ്പുറവും പോയി, അന്നേരം 1.5 ആയി. അപ്പോൾ അതിൻ്റെ നീളം അവിടെ തന്നെ ഉണ്ട്, നീളം കുറഞ്ഞിട്ടില്ല. നീളം ഇതാ താഴെയുള്ള അരയാ പോകുന്നുള്ളൂ. അങ്ങനെ അര പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 10 ഇഞ്ചിൻ്റെ തുണിയാണെങ്കിൽ 11.5 എടുത്തിന് അര പോയി, അതിപ്പോൾ 11 ഇതിപ്പോൾ വീതി 1.5 ആയി കേട്ടോ. ഞാൻ 3 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത് ഫൂട്ടൊന്നും ചേഞ്ചൊന്നും ചെയ്യുന്നില്ല, ഈ ഒരു ഫൂട്ടിൽ തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ ഇത് സാദാ സിബ്ബാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ഡ്രസ്സ് അടിച്ചതിൻ്റെ മേലയിൽ സിബ്ബ് വെക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അടിച്ചത് ഒരു നെക്ക് ഫിനിഷ് ചെയ്ത പോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് മേലയിലും കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇനി സിബ്ബ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നല്ല ഫിനിഷിങ് ഉണ്ടാവുമോ എന്നാൽ നമുക്ക് നോക്കാം കേട്ടോ. എന്താ വെച്ചാൽ ചില നമ്മളെ മക്കൾക്ക് അടിച്ചു കൊടുത്തതിന് ചിലപ്പോൾ കഴുത്ത് പോകാത്തതെല്ലാം ഉണ്ടാവും. അന്നേരം പിന്നെ നമ്മൾ വെറുതെ ഇടുന്നല്ല, അതിനൊക്കെ ഇങ്ങനെ സിബ്ബെല്ലാം വെച്ച് കൊടുത്തതിന് കുട്ടികൾക്ക് കിട്ടൂടെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് അടിക്കാൻ പറ്റിയ, പെട്ടെന്ന് ഈ സിബ് തയ്ച്ചെടുക്കാൻ പറ്റും, എല്ലാവർക്കും വേഗം തന്നെ ഒന്ന് ജസ്റ്റ് നമ്മൾ നോക്കി മനസ്സിലാകാൻ പറ്റും കേട്ടോ. ഈ ഒരു ടോപ്പ് പോർഷൻ നമ്മളിപ്പോൾ ടോപ്പ് പോർഷനായിരുന്നു കരുതിക്കോ കേട്ടോ. ആം ഹോളുണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ നേരെ പകുതിയായി മടക്കിയതിന് ശേഷം സെൻറ്റർ അടയാളപ്പെടുത്തുക. മേലയിലും താഴെയും അടയാളപ്പെടുത്തുക. അപ്പോൾ നിങ്ങളിത് ഫുൾ ഫ്രോക്കായിട്ട് തന്നെ കരുതിക്കോ. ഞാൻ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രോക്കിൽ എത്രയാണോ ഓപ്പൺ വേണ്ടത് അവിടം വരെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിപ്പോൾ മുകളിൽ നിന്ന് ഫുള്ള് ഓപ്പൺ ആക്കുന്നില്ല, കുറച്ച് ഭാഗം ഒഴിവാക്കിയതിന് ശേഷമാണ് ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഫുള്ളായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് സെൻറ്ററിൽ ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് വരണതിന് ശേഷം പിന്നെ ആ വര നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നില്ല എന്തോന്നല്ലേ, ഞാൻ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കുന്നുണ്ട്. ആ വര ഇപ്പം നല്ല ക്ലിയർ അല്ലേ. അതിനുശേഷം നമ്മൾ എടുത്തിട്ടില്ല എക്സ്ട്രാ ഉള്ള പീസ്, ഇപ്പോൾ ചുറ്റോട് അടിച്ച പീസാണ്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ഇതിന് ക്യാൻവാസ് വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും കേട്ടോ. ഒരു ഇത്ര വരെ വലുപ്പമായിക്കോട്ടെ എന്നുള്ളതിലാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ഏകദേശം ഒരു സുമാറ് വെച്ചിട്ട് തുണിയെടുത്ത് അളന്നിട്ടൊന്നല്ല എടുത്തത്, നിങ്ങൾക്ക് അളവ് കറക്റ്റ് പറഞ്ഞതന്നേ ഉള്ളൂ. ഇവിടെ എക്സ്ട്രാ പീസ് എടുത്തിട്ടില്ലേ, അതിൻ്റെ നല്ല വശവും അതുപോലെ നമ്മുടെ ഫ്രോക്കിൻ്റെ നല്ല വശവും തമ്മിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മധ്യം കൂടി നമ്മൾ കാണുന്നത് കറക്റ്റ് ഇങ്ങനെ മടക്കിയതിന് ശേഷം അത് നടുക്ക് നമുക്ക് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മോശവശത്താണ് ഞാൻ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല വശം. അപ്പോൾ നല്ല വശവും യോജിപ്പിച്ച് വെച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ഫ്രോക്കിലെല്ലാം ഇത് ചെയ്യുന്നേരം തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്താക്കണം, മുട്ട സൂചിൻ്റെ റോള് നമ്മൾ അരിയെ തന്നെ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ കുത്തിക്കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് എന്നിട്ട് നമുക്ക് ചുറ്റും ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക, അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മധ്യത്തിലൂടെ നമ്മൾ വരഞ്ഞിട്ടില്ലേ, ആ വരണ വശത്തിലൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഓക്കെ, സൂചിയെല്ലാം ഞാനിവിടെ 3 സൂചി കുത്തുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ട അത്ര കുത്താം. പക്ഷേ സൂചിക്കൊന്നും ഒരു മൂർച്ച പോരാ, പക്ഷേ കുത്തിയിട്ടൊന്ന് നൂലടക്കി ഇങ്ങ് വരുന്നു. അതെന്താ വെച്ചാൽ തട്ടയില്ലാന്ന് തോന്നുന്നു, അങ്ങനത്തെ സൂചിയറ്റ. അങ്ങനെ ഞാനിപ്പോൾ 4 സൂചിയോളം കുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിൽ വെച്ചിട്ട് എത്രത്തോളം നമുക്ക് ഓപ്പൺ വേണ്ടേ അവിടം വരെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് നോക്കിയേ, ഞാൻ കുറച്ചധികം തുണി എടുത്ത് പോയിട്ടുണ്ട്, അതിൻ്റെ അളവൊന്നും നോക്കാതിരുത്തതാണ് ഞാൻ കുറച്ചധികം വന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അതിലും 1.5 ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ. തുണി 1.5 ഇഞ്ച് എടുത്താലും അല്ലെങ്കിൽ 1.5 വേണം. 2 ആകുന്നേരം കുറച്ച് കൂടുതലുണ്ടാവുക, 1.5 ആകുന്നേരം നമുക്ക് ആവശ്യമുള്ള കഴിച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ. കുറയരുത്, കുറഞ്ഞു കഴിഞ്ഞാലാണ് വിഷമം. ഇപ്പോൾ സെൻറ്ററിൽ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മുട്ട സൂചിയിൽ കഴിച്ചാളി കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ അടിച്ചല്ലോ, അപ്പോൾ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല, തുണി അവിടെ തന്നെ ഉണ്ടാവും. ഇനി നമുക്കിതാ
ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ളതാണ് ഞാൻ കറക്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്, ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളിയുക ചെയ്യുന്ന കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ നമ്മൾ തയ്ച്ചിട്ടില്ലേ, തയ്ച്ച് കഴിഞ്ഞ് 2 സൈഡിലും നമുക്ക് ഇനി ശരിക്കും വേണ്ട സ്റ്റിച്ച് കേട്ടോ. തയ്ച്ചതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യേണ്ട വശമാണ് തയ്ച്ചത്. ഇനി ഇതാ 1/4 ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോർണറിൽ നമുക്ക് എവിടെയാണോ എൻഡ് ചെയ്യേണ്ടത് അവിടെ ചെറിയൊരു കോണ് നമ്മളിപ്പോൾ ഇതിൽ വി ഷേപ്പ് അങ്ങനെ കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിനെ 1/4 ഇഞ്ച് വലുപ്പത്തിൽ നമ്മൾ മേലെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാ നിങ്ങൾക്ക് കാണുന്നില്ലേ കറക്റ്റ്. ഇങ്ങനെ വന്ന് ഇവിടുന്ന് ചെറിയൊരു കോണാക്കി എന്നിട്ട് നേരെ. അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഷാർപ്പാക്കുന്നുണ്ട്, നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു. ചിലർക്കെന്ന് വെച്ചാൽ ഒരു സിബ് വെക്കൽ ഒരു വലിയ എന്തോ സംഭവം പോലെയാണ്, ചിലർക്ക് വളരെ ഈസിയാണ്. ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് സിബ് എന്ന് പറയുന്നവർ അതെന്തോ ഒരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. വളരെ ഈസിയാണ്, നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയും. അതുപോലെ ഓരോരോ ഫ്രോക്കെല്ലാം ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഒരു സിബ് ഫ്രോക്കിലും കുർത്തയിലും എല്ലാം ഇങ്ങനെ വെക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രോക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റും ഉണ്ടാവും കേട്ടോ കാണാൻ. ഇപ്പോൾ നമ്മൾ സിബില്ലാത്ത ഫ്രോക്കല്ലേ നമ്മൾ കഴിഞ്ഞാലും ചെയ്തത്, അപ്പോൾ ഈ സിബിൽ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലൊരു ഷേപ്പും ഉണ്ടാവും. അങ്ങനത്തെ ഒരു ഡ്രസ്സെല്ലാം ഇടുന്നേരം ഇതാ ഇത് ഞാൻ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് ഇനി ഈ വരനിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. തയ്ക്കുന്നേരം നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഫസ്റ്റെല്ലാം നമുക്ക് നേരെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ തയ്ച്ചിട്ട് വരാം. എന്നിട്ട് ആ കോർണറിലെത്തുന്നേരം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ സിബെല്ലാം തയ്ക്കുന്നേരം കുറച്ചും കൂടി ഒരു സ്ലോയിൽ തയ്ക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതാ കുറച്ച് കോർണറിലെത്താനായി സ്ലോ ആക്കി എന്നിട്ട് ആ കോർണറിലെത്തിയതിന് ശേഷം ഇതാ കറക്റ്റ് കോണ് കറക്റ്റ് വരണം കേട്ടോ. ഇതാ എഡ്ജിലെത്തി അവിടെ കുത്തി സൂചി കുത്തിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് ഒരു വി പോലെ ആകൃതിയിൽ നമ്മൾ തയ്ച്ച് എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് തയ്ച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ തയ്പ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് അടിച്ച സ്റ്റിച്ചില്ലേ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എവിടം വരിക എഡ്ജ് വരെ, ഈ കോർണറിൻ്റെ എഡ്ജ് വരെ നമ്മൾ കട്ട് ചെയ്യണം. എന്താ വെച്ചാൽ ഇത് മറിച്ചിടേണ്ടതാണ്. മറിച്ചിടുന്നേരം കറക്റ്റ് ഫിനിഷ് കിട്ടണമെങ്കിൽ എവിടെയാണോ എഡ്ജ് അവിടം വരെ കട്ട് ചെയ്യും. ഇതിപ്പോൾ ഞാൻ എഡ്ജ് വരെ അങ്ങനെ എഡ്ജാകുന്നില്ല കേട്ടോ, കുറച്ചൊന്ന് ഇങ്ങോട്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിങ്ങനെ വരുന്നത്. എഡ്ജ് കട്ട് ചെയ്യാണ്ട് നിൽക്കുന്നേരോ എന്താണ് ഇതിൻ്റെ പ്രശ്നം വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ അവിടെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തിരിയും കേട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ചിന് ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. സ്റ്റിച്ചിന് കട്ട് ചെയ്യാണ്ട് സ്റ്റിച്ചിൻ്റെ അടുക്ക വരെ കട്ട് ചെയ്യുക. ഇതാ ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ തിരിച്ചിട്ടിട്ട്. എന്നിട്ട് ഇവിടെ ഒന്ന് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. ഓക്കെ, പതിച്ചടിക്കലറിയില്ലേ എങ്ങനെ നമ്മൾ നല്ല പീസിലല്ലാണ്ട് എക്സ്ട്രാ ഉള്ള പീസിൽ നമുക്ക് നെക്കിനെല്ലാം ചെയ്തിട്ടില്ലേ പതിച്ചടിക്കൽ, അങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇതാ ഇതിനെല്ലാം എന്താ അറിയാൻ ആ ഈ ഒരു പീസ് മറിച്ചിട്ട് ഇതിപ്പോൾ ഇതാ നോക്കി കോർണർ നിങ്ങൾ നോക്കിയേ അവിടെ ചുളിവ് വരുന്നുണ്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ കറക്റ്റ് കട്ട് വീഴാത്തത് കൊണ്ടാണ്, ആ എഡ്ജിൽ കറക്റ്റ് കട്ട് വീഴാത്തത് കൊണ്ടാണ് അവിടെ ഒരു ചുളിവ് വന്നത്. അത് നമ്മൾ എന്താക്കണം, കറക്റ്റ് എഡ്ജിലായിട്ട് തന്നെ നമ്മുടെ ഈ സ്റ്റിച്ചിന് തട്ടാതെ എഡ്ജിലായിട്ട് തന്നെ ഇതാ എഡ്ജ് വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മറിച്ചിട്ടിട്ട് എങ്ങനെയാണുള്ളത് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. ഇതാ നോക്കിയേ ആ കറക്റ്റ് കോണ് വന്നില്ല, അവിടെ ഒരു ചുളിവോ ഒന്നുമില്ലാതെ നല്ല കറക്റ്റ് വൃത്തിയുള്ളൊരു കോണ് വന്ന്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ചുറ്റും ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു ഞാൻ നെക്സ്റ്റുള്ള വീഡിയോ ഒരു അധികവർക്കും കൈ കട്ട് ചെയ്യുന്നത് അങ്ങനെ അറിയുണ്ടാവില്ല, അതുകൊണ്ട് കൈ കട്ട് ചെയ്യുന്ന വിടണമെന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഫ്രോക്കും കൂടിയുണ്ട്. നെക്സ്റ്റ് ഞാൻ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ ഞാൻ വിടാം. അപ്പോൾ നിങ്ങൾക്ക് കൈയിൻ്റെ വീഡിയോ വേണമെങ്കിൽ അതെല്ലാം കമൻറ്റ് അയക്കണേ. കൈ കട്ട് ചെയ്യുന്നത് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കൈ കട്ട് ചെയ്യുന്നത് കറക്റ്റ് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ എന്നറിയാൻ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രോക്കാണ് വേണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ കമൻറ്റ് അയക്കാം കേട്ടോ. പിന്നെ ഓരോ ടിപ്സും കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇടവിട്ട് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതാ ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് നമ്മൾ പതിച്ചടിക്കുകയാണ് കേട്ടോ. പതിച്ചടിക്കുന്നേരം ഈ കോർണർ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് കുത്തിയിട്ട് ഇപ്രഭാഗം മറിച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. വലിച്ചിട്ട് ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്. അതാ ഇങ്ങനെ പ്രഭാഗം മറിച്ചിട്ട് ഇതാ ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സൗണ്ടെല്ലാം മാറ്റുന്ന വെച്ചാൽ തണുപ്പ് പിടിച്ചിട്ടാണുള്ളത്. പിന്നെ എൻ്റെ മറ്റേ മെഷീനും ചെറിയ പണി കിട്ടി, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒരു ദിവസം ലേറ്റായി പോയത്. ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ് ലേറ്റായി പോയത്, അതുകൊണ്ടാണ്. ഇതിപ്പം വേറെ മെഷീൻ തന്നെ ചെയ്യുന്നത്. ഇത് ഞാൻ പുതിയ വാങ്ങിയ മെഷീനാണ് കേട്ടോ. ഇതാ ഞാനിപ്പോൾ സിബ് വെക്കുന്നത് നിങ്ങൾ നോക്കിയേ. ഇതാ സിബിൻ്റെ നല്ല വശം അവിടെ വെച്ചതിന് ശേഷം നമ്മൾ പതിച്ചടിച്ച വകയില്ലേ അത് മറിച്ചിടുക.
ഓക്കെ. ഇപ്പോൾ ഇതാ അത് ബാക്കിലേക്ക് തന്നെയല്ലേ വേണ്ടേ, ബാക്കിൽ തന്നെ വെച്ച് ഇതാ സിബിൻ്റെ മുകളിലാക്കിയിട്ട് ഇതാ ഇത് ഫുൾ തയ്ച്ചതിന് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതെങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. ഇതാ ആദ്യം തുണിനെ മറിച്ചിട്ട്, ഇത് മോശവശമാണ് കേട്ടോ, ഫ്രണ്ടല്ല, മോശവശം വെച്ച് മോശവശം അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് സിബിൻ്റെ നല്ല വശമില്ലേ, നല്ല വശം അതിൻ്റെ മുകളിലേക്ക് കമിഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന മോശവശമാണ്, അപ്പം നല്ല വശം അതിനോട് അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ നമുക്ക് വേണമെങ്കിൽ സിബിന് കുറച്ച് താഴ്ത്തിയിട്ട് വേണമെങ്കിൽ സിബ് വെക്കാം, അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റാർട്ടിങ്ങില്ലേ അവിടെ വെച്ചിട്ടും വെക്കാം. ഇതിപ്പോൾ എക്സ്ട്രാ ഉള്ള തുണി ഞാൻ ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും സിബിൻ്റെ തട്ടി അതുപോലെ തന്നെ നമുക്ക് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ തയ്ക്കുന്നേരം ഇതാ ഇങ്ങനെ വെച്ചിട്ട്, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അടിക്കാം, അല്ലെങ്കിൽ ഇതാ കുറച്ച് താഴ്ത്തിയിട്ട് ആടെ ഒരു ഹൂക്ക് വെക്കുകയെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതാ മേലോട്ടേക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഹൂക്കൊന്നും വെക്കുന്നില്ല. അപ്പോൾ എക്സ്ട്രാ ഉള്ള പീസില്ലേ, ആ ഒരു സിൽവർ കളറുള്ള ഈ ഒരു എഡ്ജ്, അത് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്ട്രാ ഉള്ള പീസ് അതിതാ ഇതേപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നേരം തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ മിഷനിലെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വശം കുറച്ച് തടിപ്പ് കൂടുതലല്ലേ ഉണ്ട്, അതിന് സിബിൻ്റെ ഇതുമെല്ലാം ആയിട്ട്. അപ്പോൾ അവിടെ മെല്ലെ മെല്ലെ കുത്തി തയ്ച്ച് വരണം. എന്താ വെച്ചാൽ സിബിൻ്റെ ഇതെല്ലാം തട്ടിക്കാൻ ചിലപ്പോൾ സൂചി ഒടിയാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. എന്നിട്ടിതാ കറക്റ്റ് ഈ ഒരു പീസുമ്പോൾ തന്നെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. അങ്ങനെ പുറത്തേക്കാവാതെ കറക്റ്റ് ഈ തുണിക്ക് കറക്റ്റായിട്ട് തന്നെ സിബ് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ടെല്ലാം ചെയ്യുന്നവർ ഈ മൊട്ട് സൂചി ഇതാ ഫുള്ളായിട്ട് കുത്തി കൊടുക്കുക, എന്നിട്ട് തയ്ച്ചെടുക്കുക. ഞാൻ ഇപ്പുറം ഞാൻ കുത്തുന്ന നോക്കിയേ എങ്ങനെയാണ് കുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ആദ്യം അതിൻ്റെ ഇതില്ല സ്റ്റാർട്ടിങ്ങിലുള്ള ആ 2 എഡ്ജ് നമ്മൾ ഉള്ളിലോട്ടേക്ക് ഇതാ മടക്കി കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കവിടെ മുട്ട് സൂചി കുത്തി വെക്കാം. എന്നിട്ട് കറക്റ്റ് സിബ് വെച്ചിട്ട് നമുക്ക് തയ്ക്കാം. അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ചുറ്റും നമ്മൾ മുട്ട് സൂചിയെല്ലാം കുത്തിയിട്ട് തയ്ക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ തയ്ച്ചു പോകുന്നതിൽ ചിലപ്പോൾ അപ്പുറത്തെ സിബ് കുറച്ചൊന്നും അങ്ങോട്ട് കയറിപ്പോകാനും അങ്ങനെയുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ താലും കൂടി ഞാൻ ഒരു മുട്ട് സൂചിയും കൂടി കുത്തി കൊടുക്കുന്നുണ്ട്, എന്നിട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ കറക്റ്റ് നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ നമുക്ക് മനസ്സിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ കുത്തുന്നത്. ഇതാ കറക്റ്റ് എന്നിട്ട് തുണി തമ്മിൽ അടുപ്പിച്ച് വെച്ചതിന് ശേഷം കറക്റ്റ് ഇതാ ഈ ഒരു സിബിൻ്റെ ഒരു പോർഷൻ, ഞാൻ സിബ് ഇവിടെ തുറന്നിട്ടിട്ടാണുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ തയ്ക്കുന്നേരം അവിടെ ഒരു എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്റ്റിച്ച് വളഞ്ഞു പോകും, അതുകൊണ്ടാണ്. അവിടെ എത്തി നിർത്തിയതിന് ശേഷം സിബിന് എന്താക്കണം, മുകളിലേക്ക് നമുക്ക് കയറ്റി കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഈ ഫൂട്ട് പൊന്തിച്ചിട്ട് മുകളിലേക്ക് കയറ്റി കൊടുക്കുക സിബിനെ. എന്നിട്ട് കറക്റ്റ് ഇതിൽ തന്നെ തയ്ച്ചെടുക്കാം. ഇതാ നേരെ താഴോട്ടേക്ക് വന്ന് എവിടം വരെയാണോ ഓപ്പൺ വേണ്ടത് അവിടം വരെ താഴോട്ടേക്ക് വന്നതിന് ശേഷം അവിടെ നമുക്ക് കുത്തി നിർത്താം. ഓക്കെ, ഇതാ അവിടം വരെയാണ് വേണ്ടത്. അപ്പോൾ അവിടം വരെ വന്ന് നമുക്കിതാ സൂചി അവിടെ കുത്തി നിർത്തിയിട്ട്, സൂചി കുത്തിയിട്ട് വേണം അങ്ങോട്ടേക്ക് വളച്ച് കൊടുക്കുക കേട്ടോ. ഇതാ ഇങ്ങോട്ടേക്ക് വളച്ച് ഇവിടെ ഒരു സ്ക്വയറാക്കി എടുക്കുക. എന്നിട്ട് ഇതാ ഇത് ഇങ്ങോട്ടേക്ക് വളക്കുന്നേരം കറക്റ്റ് ഇതാ ഉള്ളിലുള്ള പീസ് അങ്ങോട്ടേക്കോട്ട് നീങ്ങിപ്പോവാതെ ശ്രദ്ധിക്കണം. കറക്റ്റ് അടുപ്പിച്ച് വെച്ച് ഇതാ ഇങ്ങോട്ടേക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഈ സൂചി കുത്തിയിട്ട് തിരിച്ച് മറിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ തയ്ച്ചു പോവുക. അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമുക്കിങ്ങനെ തുണി കറക്റ്റ് ഒരുമിച്ചിട്ട് തന്നെയുള്ളത് നോക്കണം. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല, ഉള്ളിൽ സിബ് പുറത്തേക്ക് എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഞാൻ ഇതാ ഇങ്ങനെ വെച്ച് നമുക്ക് ഫുള്ളായിട്ടൊന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് ഇങ്ങോട്ടെത്തിയ സിബ് നമുക്കൊന്ന് തുറന്നിട്ട് കൊടുക്കുക, എന്നിട്ട് തയ്ക്കാം. ഇതിപ്പോൾ ഇതാ ഞാനിതൊരു പകുതിക്കെത്തിയിട്ട് സിബിനെ ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട്. അന്നേരം നമുക്ക് തുണി കറക്റ്റ് കാണാൻ സാധിക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓപ്പൺ ആക്കിയേ. എന്നിട്ട് ഫുൾ എഡ്ജ് വരെ നമുക്കൊന്ന് തയ്ച്ചെടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തയ്ക്കുന്നതിന് കണക്കായിട്ട് മുട്ട് സൂചി മെല്ലെ ഒന്ന് റിമൂവ് ആക്കി കൊടുക്കുക. അങ്ങനെ എൻ്റെ സിബ് വെക്കൽ ഇവിടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിബ് വെക്കൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഫൂട്ട് വരെ ചേഞ്ച് ചെയ്യാണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ചിലവർക്ക് എല്ലാവരുടെ അടുത്തും ഇപ്പോൾ സിബർ ഫൂട്ടോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവണമെന്നില്ല, സാധാ മെഷീനിൽ തയ്ക്കുന്നവരുണ്ടാവും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. ഇനി അടുത്ത ഫൂട്ട് ചേഞ്ച് ചെയ്തിട്ട് മറ്റേ ഇത് ഇൻവെസിബിൾ സിബും അതേപോലെ ഈ സിബും എല്ലാം തന്നെ മറ്റേ ഫൂട്ട് മാറ്റിയതിന് ശേഷം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള എല്ലാം വീഡിയോ എല്ലാം വഴിയെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ അധികം സ്ലോ ആയി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, സംസാരം കുറേ കൂടിപ്പോയോ എന്നല്ല. അപ്പോൾ എല്ലാവരും
എന്തൊക്കെയും എൻ്റെ അടുത്ത് തെറ്റുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയായി ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.